മനുഷ്യൻ ഈശ്വരാംശമാകിയാൽ ഈശ്വരനാകുന്ന പൂർണ്ണതയുടെ ഒരു നേരിയ ബോധം അവനിലുണ്ട്. ആത്മസ്വരൂപമായ ആ പൂർണ്ണതയെ പ്രാപിക്കാനുള്ള വെമ്പൽ ഓരോ ജീവനിലുമുണ്ട്. ഈ വെമ്പലിൽ നിന്നാണ് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. ഓരോരോ ലോകവസ്തുക്കളെ കണ്ട് ഇത് കിട്ടിയാൽ സുഖമാകും, ഇത് കിട്ടിയാൽ സന്തോഷമാകും എന്ന് ജീവൻ മോഹിക്കുകയാണ്. അവയെല്ലാം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ലത് കിട്ടുമ്പോൾ ഒരു സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്ഷണികമാണ് ആ സംതൃപ്തി. തൽക്കാലം സുഖം കിട്ടും, പിന്നെയും ദുഃഖം തന്നെയാണ്. കാരണം ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും കൂടുതൽ ഇനിയും കിട്ടണം, കൂടുതൽ കിട്ടണം, അതിനേക്കാളും കൂടുതൽ കിട്ടണം. പിന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലോ, അതിലൊക്കെ അറിയുന്നതാണ്. പിന്നെ ദുഃഖമാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്നത് അത് തന്നെയാണല്ലോ. കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം വേണ്ടി കുറച്ച് നേരം ഇരുന്ന് എന്നെ അടുത്തത് കൊടുക്കണം, അതിൽ തന്നെ ഇരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വലിയ ആളാണെങ്കിലും അതിനേക്കാളും കുഞ്ഞു കുട്ടികളുടെ പോലാണ് നമ്മുടെ സ്വഭാവം. നശ്വരമായ ലോകവസ്തുക്കൾക്കൊന്നും താൻ തേടുന്ന പൂർണ്ണത തരാൻ കഴിയില്ലെന്ന് ബോധം വരുന്നു. ഒടുവിൽ ജീവൻ ഈശ്വരനിലേക്ക് തിരിയുന്നു. ഉദാഹരണത്തിന് നമ്മൾ പ്രാന്തലിനെ വിളക്ക് കത്തിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മണ്ണെണ്ണ വിളക്കൊണ്ടാണ് പ്രാന്തൽ കത്തുന്നത്. ആ കണ്ണാടിക്കകത്ത് പുക പിടിച്ച് അപ്പോൾ പ്രകാശം കിട്ടുന്നില്ല. അപ്പോൾ പ്രകാശം തരുന്നത് ഈ ഗ്ലാസ്സാണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കത്തുന്ന തിരുനാളം കൊണ്ടാണ് പ്രകാശം വരുന്നതെന്ന് ചിന്തിക്കാതെ ആണ് നമ്മൾ നീങ്ങുന്നത്. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു പഴം പൊളിച്ചിട്ട് തൊലി കഴിക്കുന്നു. അപ്പോൾ നമുക്ക് മധുരം തോന്നാം. ഇപ്പോൾ മാങ്ങയുടെ പുളിയിട്ട് മാങ്ങയുടെ തൊലി കഴിക്കുന്നു, അതിൽ നിന്ന് മധുരം കിട്ടുന്നു. അപ്പോൾ സത്യത്തിൽ ഈ തൊലിയിലുള്ള മധുരം പഴത്തിൻ്റെ കാണാം. പക്ഷേ നമ്മൾ തൊലിയിലാണ് മധുരം കണ്ടെത്തുന്നത്. പക്ഷെ പഴത്തിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് തൊലിയിലൊരു മധുരമുള്ളത്. അതുപോലെ വിഷയവസ്തുക്കളിൽ നിന്നല്ല നമുക്ക് സുഖം കിട്ടുന്നത്, ആത്മാവിൽ നിന്നാണ്, അല്ല വസ്തുവിലല്ല. ആ വസ്തുവിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ ആസ്വദിക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റിൽ ആനന്ദം കണ്ടെത്തുന്നു. മറ്റേയാൾ ആ സിഗരറ്റിൻ്റെ പുകയാണ് മുഖത്ത് തപ്പിപ്പോന്നു. അതെന്താണ്? വസ്തു ഒന്നാണ്, രണ്ടുപേർക്ക് രണ്ടനുഭവം. ഇയാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആസ്വദിക്കുന്നു, മറ്റേയാൾക്ക് പ്രേമമില്ലാത്തതുകൊണ്ട് അത് ആസ്വദിക്കുന്നില്ല. അപ്പോൾ ഈ പ്രേമം ഇവിടെ നിന്നുള്ള നമ്മുടെ ഉള്ളിലുള്ള പ്രേമമാണ്. അതിനെ ഈ ചെറിയ ചെറിയ വസ്തുവിലാക്കി നദി ശക്തമായി ഒഴുകുമ്പോഴാണ് കരണ്ടുണ്ടാക്കുന്നത്. പല കൈവഴികൾ പോകുമ്പം വെള്ളച്ചാട്ടം ശക്തമായി വരികയില്ല. അതുപോലെ പലതിലും ഒട്ടി 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 പോകുന്നു. നമ്മൾ ഓസിന് ഊട്ടുണ്ടെങ്കിൽ വെള്ളം മുന്നോട്ട് ശക്തമായി വരികയില്ല. അതുപോലെ ലൂസ് കണക്ഷൻ ആണെങ്കിൽ ലൈറ്റ് കത്തത്തില്ല. ഇപ്പം ടോർച്ചിനകത്ത് ബാറ്ററി തിരിച്ചിട്ടാൽ ടോർച്ച് കത്തില്ല, തിരിച്ചിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്ന പോലാണ്. നമ്മുടെ ഇപ്പോൾ ബഹിർമുഖമാണ്, അന്തർമുഖമാകുമ്പോഴാണ് നമ്മളുടെ ശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് പോവുകയാണെങ്കിലും ആവശ്യം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ പരമാത്മാവെന്ന് അകലത്വമില്ല, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാനും സാധിക്കും. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു മലയിൽ കയറുന്നിരിക്കട്ടെ, മലയുടെ മുകളിൽ ഒരു കയറ് കെട്ടും. കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ചുകൊണ്ടാണ് കയറുന്നത്. എന്നിട്ട് കാല് തന്നെയാലും കയറ് കയ്യിലുണ്ടാകും. നമ്മൾ ഇതുപോലെ ഈശ്വരപ്രമാന്ന കയറുകൊണ്ട് മനസ്സിനെ കെട്ടിയിട്ടാൽ ഭൗതികത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അയക്കും. ഹൈവേ കൂടി പോയാലേ ഇന്ന സ്ഥലത്ത് എത്തുകയുള്ളൂ. ഹൈവേ പോകാതെ ഇടവഴി കൂടി തന്നെ കറങ്ങി പോകാം, പിന്നെ അടുത്ത് വഴിയില്ലാണ്ട് വരും, പിന്നെയും തിരിച്ച് കിടക്കേണ്ടി വരും. അപ്പം ഇപ്പം ഇടവഴിയിലുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്.